ഹായ് ഗായ്സ്. അപ്പം രാവിലെയാണ് ഞാൻ വിചാരിച്ചു ഗായ്സ് എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നീന്താമെന്ന്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നീന്തി. സാരി ഫോൺ ബെൽ അടിക്കുന്ന മനുഷ്യനെ സമാധാനത്തോടെ നീന്താനും സമ്മതിക്കത്തില്ല ഗൈസ്. ഒരു ലെസ്റ്റർ അല്ലേ, എന്താന്ന് ചോദിക്കാം ഗൈസ്. അതിനുമ്പോ ഗൈസ് നമുക്ക് എയർപോർട്ട് എടുത്ത് നോക്കാം ഗൈസ്. ഹലോ ലെസ്റ്റർ, എന്താടാ? എടാ ഫ്രാങ്ക്ലിനെ, ഇപ്പം നീ അറിഞ്ഞായിരുന്നോ ഒരുത്തൻ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ വന്ന് ആൾക്കാരെ എല്ലാം അടിച്ചിട്ട് കള്ളന്മാരെ എല്ലാം അങ്ങ് രക്ഷിച്ചോണ്ട് പോയി. ഇപ്പം അതുകൊണ്ട് പോലീസുകാരന്മാരെല്ലാം ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കാണെങ്കിലും പോലീസിൻ്റെ ജോലി കൊടുക്കുന്നത്. ഇപ്പം എന്തായാലും ഞാൻ കേട്ടത് അവിടെ ആൾക്കാരൊന്നും വന്നില്ലെന്നാ. എടാ ലിസ്റ്ററെ, ഞാൻ പോയി തിരക്കി നോക്കട്ടെ. എന്നാൽ ശരി, താങ്ക് യുടാ. അപ്പം ഗായ്സ്, നമുക്കാണെങ്കിൽ ഒന്നാമത് ഇപ്പം ഒരു ജോലിയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചിപ്പം പോലീസായിട്ട് കിട്ടിയ ഒരു നല്ല കാര്യമല്ലേ ഗൈസ് ഇത്. അപ്പം ഞാൻ എന്തായാലും അതിനും വേണ്ടി പോവാണ് ഗൈസ്. അത് മാത്രമല്ല ഗൈസ്, ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ നിങ്ങളെല്ലാവരും ഓടിപ്പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് വാ. അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ നമ്മുടെ അടുത്ത് തന്നെ, അതുകൊണ്ട് സീനൊന്നുമില്ല. ഇതാ കാണുന്നതാണ്. ഞാനിവിടെ അറ്റാക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഗൈസ്. നമ്മുടെ ബൈക്കല്ലേ ഗൈസ്, മൈക്കിൾ കൊണ്ട് വെച്ചയാണെന്ന് തോന്നുന്നു. ഞാൻ അവനെടുത്തിട്ട് അവൻ റോഡിൽ കൊണ്ടുപോയി വെച്ച്. ഓക്കെ ഗൈസ്, താണ്ട് ഇവിടെ തന്നെ നമ്മുടെ ആളിരിപ്പുണ്ട് ഗൈസ്. ഇത് നോക്കിയ ഗൈസ്, പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഞാൻ നോക്കട്ടെ ഗൈസ്, ഇതെല്ലാം നമുക്ക് വല്ല എന്തെങ്കിലും കിട്ടുമെങ്കിൽ KTM എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്താണ് ചോദിച്ചു, സാറ് ഇവിടെ പത്രത്തിൽ ന്യൂസ് വന്നായിരുന്നു, ആർക്കും ഇങ്ങനെ പോലീസിൻ്റെ അറ്റാക്ക് ആയതുകൊണ്ട് ജോലി ഇങ്ങനെ കിട്ടുമെന്ന്. അത് ഞാൻ അറിഞ്ഞായിരുന്നു ഫ്രാങ്ക്ലിൻ. ജോലി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് സാറിനാണ് അറിയാവുന്നത്. ആ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ട് എനിക്കത് അറിഞ്ഞുകൂടാ ഫ്രാങ്ക്ലിൻ. സാർ, അപ്പം ഇത് ആർക്കും അറിയായിരിക്കും ഇക്കാര്യം. അത് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് സാറ് ഉണ്ട്. സാറിന് ചിലപ്പോൾ അറിയായിരിക്കും. പോലീസ് സ്റ്റേഷനല്ല ഫ്രാങ്ക്ലിൻ, നമ്മുടെ എവിടെ ബീച്ചിൻ്റെ സൈഡിൽ. അപ്പം ഗായ്സ്, നമ്മുടെ ഗാർഡ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഗായ്സ്. ബീച്ചിൻ്റെ അടുത്ത് നമ്മുടെ സാറിച്ച് ഉണ്ടെന്നാണ് ഗായ്സ് നമ്മുടെ ഗാർഡ് പറഞ്ഞേക്കുന്നത്. അപ്പം നല്ലൊരു കാര്യമല്ലേ. അപ്പം ഗായ്സ്, ഞാനെന്തായാലും അങ്ങ് പോവാണ് ഗായ്സ് ബീച്ചിൻ്റെ അടുത്തിട്ട്. ബീച്ച് നമ്മുടെ അപ്പുറത്ത്, ഈ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് കുറച്ച് പോയാൽ മതി, വണ്ടിക്കകത്ത് കുറച്ച് പോയാൽ മതി. അമ്മ എത്തും. അയ്യോ ഗായ്സ്, ഒരാളെ ഇടിച്ച് ഗായ്സ്. കേസൊന്നും ആയിട്ടില്ല, ആരും കണ്ടില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ അതിന് മുമ്പേ. ഇവിടെ വിടങ്ങാണ്ടായിരിക്കും ഗൈസ്. സാറിന് ഇപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞ ഇവിടെ വിടങ്ങാണ്ടായിരുന്നു. അപ്പം ഇവിടെ വിടങ്ങാണ്ടായിരുന്നു നമ്മുടെ സാറിന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ വിടങ്ങാണ്ടായിരുന്നു. അപ്പം ഇവിടെ തന്നെ ആയിരുന്നു സാറ് നിൽക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇതാണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. സാറ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് സാറിനെ അയ്യേ ഗൈസ്, സാറല്ല, വേറെ ഒരാളാ ഗൈസ്. ദോടെ പോകുന്നു, ക്രോസ് ചെയ്ത് വരുന്നു സാറ്. ഞാൻ വിചാരിച്ച് ഇതായിരിക്കുമെന്ന്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതായിരിക്കുമെന്ന്. കാരണം പാൻറ്റിൻ്റെ കളർ അതേതാണത്. പാൻറ്റിൻ്റെ കളർ അതങ്ങനെ ഞാൻ വിചാരിച്ച്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു പൊട്ടനാണ് ഗൈസ്. ഹലോ സാർ. ഫ്രാങ്ക്ലിൻ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഇത് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. സാറിങ്ങനെ പറഞ്ഞായിരുന്നു ജോലി എടുക്കുന്നതെന്ന്. ശരിയാണ് ഫ്രാങ്ക്ലിൻ. അത് നിന്നെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ നല്ലൊരു പോസ്റ്റ് തരാം. പക്ഷേ വീഡിയോ വന്ന് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്താലേ നിനക്ക് ഞാൻ നല്ലൊരു പോസ്റ്റ് തരും. അപ്പോൾ ഗോയ്സ്, നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ആ ഒരു ഉറപ്പിലാണ് സാറിൻ്റെ അടുത്ത് പോയി പറയാൻ പോകുന്നത്. ഫ്രാങ്ക്ലിൻ, നിനക്ക് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിനക്ക് അപ്പോൾ ഒരു ജോലി കിട്ടും.
എന്തായാലും നമ്മുടെ കമാൻഡറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടേ ഞാൻ 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 പോലീസ് സ്റ്റേഷനിലോട്ട് ഇറക്കിയേരെ. എന്തായാലും വണ്ടിയുടെ ബാക്കിൽ കയറാം. എന്തായാലും കമാൻഡറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കമാൻഡർ അവിടെ കാണും. കമാൻഡർ പെട്രോൾ പമ്പിൻ്റെ അവിടെ കാണും. ഓ, കമാൻഡർ വരുന്ന വണ്ടി കണ്ടോ? ആ വണ്ടിയിലാണെന്നാണ് ഞാൻ ഇപ്പം കേട്ടത്. അപ്പം കമാൻഡറിൻ്റെ വണ്ടി അവിടെ, കമാൻഡർ കറങ്ങാൻ പോയിക്കോണമെന്നാണ് ഞാൻ കേട്ടത്. അപ്പം നീ എന്തായാലും എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ കമാൻഡറിനെ വിളിച്ച് പറയാം. ഓക്കെ സാർ. ഗൈസ്, ഈ മൈക്കിളിനൊരു ഉത്തരവാദിത്വമില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു നമ്മുടെ കമാൻഡറിനെ കാണാൻ പോവല്ലേ. ഈ വണ്ടിയാണെങ്കിൽ മൊത്തത്തിൽ പൊളിഞ്ഞൊരു പാട്ട വണ്ടിയായി. കാരണം ഡോറെല്ലാം തുറന്നു പോകുന്നു, ഒരു പാട്ട വണ്ടിയായി. ഞാൻ വിചാരിച്ചു നമുക്ക് ഡോറും പോയി. ഇപ്പം ഞാൻ വിചാരിച്ചു ഗൈസ് നമുക്ക് നമ്മുടെ ഫെറാറി പോവാമെന്ന് ഗൈസ്. ഡിഫൻഡർ ഇവിടെ ഇട്ടിട്ട് ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ ഫെറാറി പോവാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നമ്മൾ ഡ്രസ്സൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ എല്ലാ ഫെറാറി ഗൈസ്. ഇത് ഗൈസ് ഇത് ഒരു മാജിക്കൽ ഫെറാറി ഒരു കാറാണ് ഗൈസ്. ഇതിന് നമ്മളിപ്പം നമ്മുടെ കയ്യിലൊരു റിമോട്ടുണ്ട്. ആ റിമോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു ബൾബ് കണക്കൊരു സാധനം. ഇത് പെയിൻ്റ് അല്ല. നമ്മുടെ ആ റിമോട്ട് ഉണ്ട്. ആ റിമോട്ടിൽ പിടിച്ച് നമ്മൾ ഞെക്കിയാൽ മതി. നമുക്ക് കുറേ കളർ കാണിക്കും. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇത് പെയിൻ്റ് അല്ല ഗൈസ്, ഇത് ലൈറ്റാണ്. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഗൈസ്. ഇത് ഗൈസ് ഫെറാറി അല്ല ഗൈസ്, ഇത് സൂപ്പറാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഒരാളെ ഇടിച്ചോ? ഇല്ലില്ല ഗൈസ്. ഞാൻ എന്തായാലും നമ്മുടെ കമാൻഡറിനെ കാണാൻ ഗൈസ് അങ്ങോട്ടോട്ടാ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഇങ്ങോട്ടാണെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പം എന്തായാലും പച്ചക്കാറും എല്ലാം വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നേനെ. അതല്ലേ ഗൈസ്, അതൊരു പച്ചക്കാറില്ലേ ഗൈസ്? അല്ല ഗൈസ്, വൈറ്റാ. ഞാൻ വിചാരിച്ച് അതൊരു പച്ചയായിരിക്കുമെന്ന്, പച്ചക്കാറാണെന്ന്. ഞാനെന്തായാലും അങ്ങോട്ട് പോവാണ് ഗൈസ്. ദാണ്ട ഒരു ബുഗാട്ടി വരുന്നു. പക്ഷെ നമ്മളെ സാറെ കണ്ടില്ല. നിങ്ങളും സാറ് കാണുമായിരിക്കും. ഡിഫൻഡർ ഉണ്ട് ഗൈസ്. പക്ഷേ നമ്മുടെ സാറിനെ ഞാൻ കണ്ടില്ല. സാർ എവിടാണോ എന്തോ. സാർ അവിടെ വല്ലതും കാണുമായിരിക്കും ഗൈസ്. സാറ് എന്തിനായിരിക്കും ഇവിടെ വന്നത്? അതാ എൻ്റെ സംശയം ഗൈസ്. അതല്ലേ ഗൈസ് സാറ് കാറിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓണ്ട വരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി സംസാരിക്കാം. ഫ്രാങ്ക്ലിൻ വരൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ സാറുമായി നടന്നുകൊണ്ട് സംസാരിക്കാമെന്നാണ്. ഫ്രാങ്ക്ലിൻ, പോലീസ് എന്നെ വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു. അപ്പം ദാണ്ട നിൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിറ്റി കാർഡും ഇതിനകത്ത് തന്നെ ഉണ്ട്. താങ്ക് യു സാർ. ഗൈസ്, നമ്മൾ ഇന്ന് തന്നെ ജോയിൻ ആവണമെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ വല്ലൊരു കേസ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലേ. ഇപ്പോൾ ഒരു കേസ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. അപ്പം എന്തായാലും നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗൈസ്, ഇത് ഈ വീഡിയോയുടെ പാർട്ട് 1 ആണ് ഗൈസ്. അപ്പം പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടാം. ഉറപ്പായിട്ട് ഞാൻ ഇടാം. ഫ്രാങ്ക്ലിൻ പോലീസിൻ്റെ പാർട്ട് 2 ഞാൻ ഇടാം. പറ്റുമെങ്കിൽ ഞാൻ നാളെ തന്നെ ഇടാം. പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നാളെ തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, നമ്മൾ ഇതുവരെ ജോലിക്ക് കയറിയിട്ടില്ല. എല്ലാവരും ലൈക്ക് സബും ചെയ്യണം ഗൈസ്. എന്നാൽ മാത്രമേ ഗൈസ് നമുക്കൊരു ജോലി കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഓടിപ്പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പം മാക്സിമം ഞാൻ നാളെ തന്നെ ഇടാൻ ശ്രമിക്കാം ഗൈസ്. നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വീടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അല്ലെങ്കിൽ ഗൈസ് എന്തായാലും ഇങ്ങോട്ട് തന്നെ അങ്ങ് വരാം. അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടി മറിഞ്ഞ് ഗൈസ്. ഇതെന്തൊരു കഷ്ടമോ ഗൈസ്. ഇത് ഓടുന്നില്ല ഗൈസ്. നോക്കി ഇതാ പോകുന്നില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ടതാ ഇവിടെ വരെ എത്തിച്ചെന്തായാലും. ഇനിയിപ്പോൾ ഒരു വഴിയുമില്ല ഗൈസ്. ഞാൻ എന്തായാലും നമ്മളെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകാൻ പോവാം. അല്ലാതെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. വണ്ടി നമുക്ക് ജിമ്മിയെ വിളിച്ച് ഞാനൊന്ന് പറയട്ടെ എടാ വണ്ടി എടുക്കാൻ. ഹലോ ജിമ്മി, എടാ നീ വണ്ടി ഒന്ന് എടുക്കടാ. ഇവിടെ ഒരു ഫെറാറി സൂപ്പർ കിടപ്പുണ്ട്. നീ ആ വണ്ടി ഒന്ന് എടുക്ക് ഗൈസ്. ഒരു ചേച്ചി ഇതാ തലയിറങ്ങിയണേ. നമ്മുടെ കാര്യമല്ല ചേച്ചി. അയ്യോ ഗൈസ്, എന്തുവാ ഗൈസ്? ഇപ്പം ഇതാ
ഗൈസ് നോക്കി ഇപ്പൊ ഇത് പൊട്ടിത്തെറിച്ചു, സൂപ്പർ പൊട്ടിത്തെറിച്ചു. എൻ്റെ അമ്മേ ഞാൻ ഓടട്ടെ, അയ്യോ എൻ്റെ തലയിലായി പോവും. അമ്മേ നമ്മുടെ സൂപ്പർ പൊട്ടിത്തെറിച്ചു ഗൈസ്. അയ്യോ ഗൈസ്, എല്ലാം ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമന്റ് ചെയ്യണം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ.